എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു മീൻകറിയാണ്. ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാച്ചാനാണ്. വളരെ രുചികരമാണ് ഈ ഒരു കറി കഴിക്കാനായിട്ടും. അതുപോലെ തന്നെ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് കറി തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇത് തലേ ദിവസം തന്നെയാണ് തയ്യാറാക്കി വെക്കുന്നത്. അപ്പോഴാണ് കറിയിലേക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെ പിടിച്ചു കിട്ടുന്നതും. മീൻകറി തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കുമ്പോൾ ഒരു തരി പോലും കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഈ ഒരു മീൻകറിയുടെ പാചകവും. ഇതുപോലൊരു മീൻകറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ മാച്ചാൻ മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം അളവിലാണ് മാച്ചാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത്. 1 കിലോ മീൻ ഉണ്ടായിരുന്നു, അത് വെട്ടിക്കഴുകി അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റി വന്നപ്പോഴേക്കും 750 ഗ്രാം അളവിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിന്ന് തേങ്ങാരച്ച മീൻകറിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മളിപ്പോ എടുത്തു വെച്ചിട്ടുള്ളത്. മീൻകറി തയ്യാറാക്കുമ്പോൾ നല്ല സ്വാദ് കിട്ടുന്നതിനായിട്ട് നമുക്ക് കൊച്ചുള്ളിയാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ 100 ഗ്രാം അളവിലാണ് കൊച്ചുള്ളി എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കഷ്ണം ഇഞ്ചിയും 5-6 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇത്രയും അളവില് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടുതൽ അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് ചേർത്താൽ മതിയാകും. ഉലുവ ഇപ്പോൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. കൊച്ചുള്ളിയുടെ കൂടെ തന്നെ 2-3 കറിവേപ്പിലയും 3 പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കാറ്ററിംഗുകാരൊക്കെ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറികൾക്ക് നല്ല സ്വാദും അതുപോലെ തന്നെ നല്ല കൊഴുപ്പുമായിരിക്കും. ഇനിയിപ്പോ ഉള്ളി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓർഡറൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് കറി പെട്ടെന്നൊന്നും കേടായി പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പാചക രീതിയാണ് ഇതിപ്പോ. നമുക്കിപ്പോ ഓർഡർ കിട്ടുന്ന സമയത്ത് തലേ ദിവസം തന്നെ ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഒരു തരി പോലും കേടാവാതെ തന്നെ നമുക്ക് സദ്യകളിൽ വിളമ്പാൻ പറ്റുന്നതാണ്. ഇനി ഉള്ളി ഒന്ന് മുരിഞ്ഞു വരട്ടെ. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളി നല്ലോണം തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. പൊടികളൊന്ന് മുരിഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്കൊന്ന് മുരിയിച്ചെടുക്കേണ്ടത്. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും ഉള്ളിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് യോജിപ്പായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരമാണ് ചേർക്കേണ്ടത്. നാളികേരം കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഫ്ലെയിമൊന്നും കൂട്ടിയൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ചെറിയ തീയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാകും. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരത്തേക്കാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. നാളികേരത്തിലെ ആ വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാളികേരം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒന്നെടുത്ത് വെക്കാം. ഞാനിവിടെ 3/4 കിലോ മീന് ഒരു 5 കഷ്ണം കുടംപുളി 1 ലിറ്റർ വെള്ളത്തിലാണ് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിയിലേക്ക് പെട്ടെന്ന് തന്നെ പുളിയെല്ലാം ഇറങ്ങി കിട്ടും. അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേരത്തിന്റെ ചുടക്കൊന്ന് ആറി വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നാളികേരം മാറ്റിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നാളികേരം അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കേണ്ടത്. നമുക്ക് ഇഞ്ചി നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം.
ഇഞ്ചി ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇത് മീൻകറിക്ക് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരമാണ് ചേർക്കേണ്ടത്. നല്ലോണം വഴറ്റിയെടുക്കാം. അരപ്പ് ഒന്ന് തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അതേ വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് കറി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് ചേർക്കാനായിട്ട് പുളിവെള്ളം കൂടെ ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായ കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു മീൻ കറിയിലേക്ക് 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ള 1 ലിറ്റർ വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാലോ നമ്മുടെ മീൻ കറിയുടെ അരപ്പിന്റെ കട്ടി കണ്ടല്ലോ. നല്ല കുറുകിയ രീതിയിലല്ലേ ആയി വന്നിട്ടുള്ളത്. ഇതാണ് കാറ്ററിംഗർ കുറുകിയ ചാറോടുകൂടി തന്നെ കറി തയ്യാറാക്കുന്ന പാചക രീതി. നമ്മളെടുക്കുന്ന മീനിന്റെ പാകം നോക്കിയിട്ട് വേണം കറിയിലേക്ക് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും. നമ്മൾ ഇന്നെടുത്തിട്ടുള്ളത് മാച്ചാനായതുകൊണ്ട് അധികം ഒന്നും വേവില്ലാത്തതാണ്. പെട്ടെന്ന് തന്നെ വെന്ത് പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ചുകൊണ്ടിരിക്കുന്ന കറി ഒന്ന് ചെറിയതിലേക്ക് മാറ്റാം. നമുക്ക് ഈ കറി മൂടി വെച്ചാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ പാകം നമുക്കൊന്ന് നോക്കാം. നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കറിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കേണ്ടത്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബലം കൊടുക്കാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോഴേക്കും വീണ്ടും ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഒന്നുകൂടെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് വെട്ടി തിളച്ച് വരണം. അതുവരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ മീൻകറി നല്ല പോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലൊരു ഭാഗത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊച്ചുള്ളി മൂപ്പിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മീൻകറിയിലേക്ക് കൊച്ചുള്ളി ഒന്നും തന്നെ മൂപ്പിച്ച് ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറി ഇപ്പോൾ ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. നല്ല ചാറോടുകൂടിയുള്ള നല്ല കിടിലൻ മീൻകറിയാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മീൻകറി തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കല്ല കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.